അത് ചർച്ചാക്കണം. ചർച്ച ഇവിടെ തെച്ചിട്ട് എവിടെങ്കിലും മൂല തെച്ചിട്ട് അല്ല ചൊല്ലി മുന്നൽ പറു എതിർ പറു ചർച്ചാക്കൂ അയക്കല്ല ചൊല്ലി. നിങ്ങൾ ധൈര്യം നിങ്ങൾ ഈ കർണാടകത്തെ ഈ സൗത്ത് കണ്ടി എവിടെങ്കിലും മൂലയിൽ നിങ്ങൾ പറു ഇപ്പ ചർച്ചാക്കുക. പറയുമ്പോ എല്ലാ സലഫീന്നങ്ങ ആ റായത്തിൽ ഒരു സലഫീന്നെങ്കും അവന് എങ്ങനാ ഒട്ടാക്കിട്ട് ഒരു ഉസ്താദിനെ വന്നിട്ട് ഒരു സ്പീച്ച് ആക്കപ്പെടാൻ റായത്ത് ഒരു സലഫീന്നെങ്കും എങ്ങനെ ആയിട്ട് ഈദ് മിലാദാക്കും മൊത്തം ഒരു ഫംഗ്ഷൻ ആക്കിയിട്ട് അവിടെ ഫിത്തനാക്കിടാൻ ഫിത്തനയുടെ കൊള്ളിന്റെ അർത്ഥ സ്പീച്ച് ആക്കപ്പെടാൻ റായത്തങ്കൊന്ന് അർത്ഥാവട്ട് ആ അർത്ഥ അവിടെ മണ്ണ്. ഈ ഈദ് മീലാദ് ചൊന്തുള്ളത് ഇല്ല ചൊന്തുള്ളത് ഈദ് മിലാദ് ഉണ്ടു, ഇസ്ലാമിലുണ്ടു. ഇസ്ലാമിൽ ധാരാളം പ്രമാണങ്ങളുണ്ട്. ഈ ഈദ് മീലാദ് ചൊന്തുള്ളത് ഇല്ല ചൊന്തുള്ളത് അതിശക്തമായിട്ട് അതിനെ സംബന്ധിച്ച് അങ്ങ് എന്താക്കിനാറ്, അതിനെ സംബന്ധിച്ചിട്ട് അങ്ങ് എതിർത്ത് പൽക്ക് പറഞ്ഞിനാർ. ഇപ്പല്ല എപ്പമാ ഈ ആൾമാരെ ചൊല്ലത് ഉലമാക്കന്മാർ ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ല ചൊല്ലത് കാണാ അസ്ലു അമലിൽ മൗലിദ് ബിദ്അ. ഈ ഞങ്ങളെ ഈദ് മീലാദ്രോ ഇതിന്റെ അടിസ്ഥാനമേ ബിദ്അത്തൈതിക്രി ചൊന്തൈതിക്രി ചൊല്റോ. ലം തുൻകൽ അൻ അഹദുൻ മിനസ് സലഫുസ് സാലിഹ്. ലം തുൻകൽ അൻ അഹദുൻ ഓതകതല്ലേ മൗലവി. ലം തുൻകൽ അൻ അഹദുൻ ലം തുൻകൽ അൻ അഹദുൻ മിനസ് സലഫുസ് സാലിഹ് من القرون الثلاثة. لم تنقل عن أحد لم تنقل عن أحد من السلف الصالح من القرون الثلاثة. കഴിഞ്ഞു പോയ ആ മൂന്ന് തലമുറകള് നല്ല തലമുറകൾ ആറ് പോലും ഈദ് മീലാദ് ആക്കിയിട്ടേ ഇല്ല. അത് ഒരു രേഖ പോലും അങ്ങനെ നിന്നും അങ്ങ് ചൊന്നതായിട്ട് ഉദ്ധരിച്ചതായിട്ട് കാണുക സാധ്യമേ ഇല്ലാണ്ട് ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ല ചൊല്ലും. അങ്ങനെ അല്ല ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ചൊന്നറോ. അങ്ങനെ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ചൊന്നിട്ടില്ല. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഫത്വ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അൽ ഹാവിലിൽ ഫതാവയിലും ഇമാം സഖാവി റളിയല്ലാഹു അൻഹു അൽ അജ്വിബത്തുൽ മർലിയ എന്ന ഗ്രന്ഥത്തിലും ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. എന്താണ് പറഞ്ഞത്? മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞത് ഈദ് മിലാദിന് തെളിവില്ല എന്നല്ല, പിന്നെയോ ആധുനികമായ രീതിയിൽ പുതിയ ശൈലിയിലും മോഡലിലും നടത്തുന്ന രൂപമുണ്ടല്ലോ, അതാണ് പുതിയത് എന്ന് പറഞ്ഞത്. അല്ലാതെ ഈദ് മിലാദിന്റെ തെളിവും ഒരു തെളിവും ഇസ്ലാമിൽ ഇല്ല എന്നല്ല, അതിന് പരിശുദ്ധമായ ഖുർആനിൽ തെളിവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം അത് നടത്താൻ വിശുദ്ധ ഖുർആനിൽ വ്യക്തമായ തെളിവുണ്ട്. സുബ്ഹാന ജല്ലാലുഹു, എത്ര തെളിവുകൾ വേണം? വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഖുൽ നബിയെ പറയണം, ബിഫദ്ലില്ലാഹ് അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട്, വബിറഹ്മതിഹി അവന്റെ റഹ്മത്താകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടും, ഫബിദാലിക ഫൽയഫറഹു അതുകൊണ്ട് മുഅ്മിനീങ്ങൾ സന്തോഷിക്കട്ടെ. വിശുദ്ധ ഖുർആനാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ പരിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തുള്ള മുഅ്മിനീങ്ങൾ ഈദ് മിലാദ് നടത്തുന്നത്, നബിയുടെ ജന്മദിനം നടത്തുന്നത്. വിശുദ്ധ ഖുർആനിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. തെളിവില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. നിങ്ങളെ ഹൃദയത്തിൽ ഈമാനില്ലെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള വൈരാഗ്യം വിദ്വേഷം വെച്ച് നടക്കുന്ന നിങ്ങൾക്കുണ്ടോ അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം കൊണ്ടാടാനുള്ള തൗഫീഖ് കിട്ടുന്നത്? നിങ്ങൾക്കതിന്റെ ഭാഗ്യം കിട്ടൂല. കാരണം നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ സാധാരണക്കാരനാണെന്ന് വിളിക്കുന്നവരാ. അള്ളാഹുവിന്റെ റസൂല് ഒരുപാട് തെറ്റുകൾ ചെയ്ത ആളാണ് എന്ന് പറയുന്നവരാ.
അള്ളാഹുവിന്റെ റസൂലിനെ 10-15 വിഷയങ്ങളിൽ തരം താഴ്ത്തുന്ന വിഭാഗമാണ്. ഒന്നോ രണ്ടോ അല്ല, 10-15 വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തരം താഴ്ത്തുന്ന കൂട്ടരാണ് നിങ്ങൾ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന്റെ പേരിൽ സന്തോഷിക്കാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് റബ്ബ് തരൂല. ഫീ ഖുലൂബിഹിം മറളുൻ ഫസാദഹുമുല്ലാഹു മറളാ. ഇബ്ലീസിന് അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോ ലോകത്ത് ഏറ്റവും കൂടുതൽ ബേജാറായത് ഇബ്ലീസുൽ ലഈനിനാണ്. അതേ ഹാഫിദ് ഇബ്നു കതീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വന്നിഹായയിൽ ഉദ്ധരിക്കുന്നത് കാണാം. അല്ലാഹുവിന്റെ റസൂല് പ്രസവിച്ചപ്പോ ഏറ്റവും കൂടുതൽ കരഞ്ഞ് അട്ടഹാസിച്ച ഒരാളുണ്ടെങ്കിൽ അത് ഇബ്ലീസുൽ ലഈനാണ്. ആ ഇബ്ലീസിന്റെ അനുയായികളാകുന്ന നിങ്ങൾക്കോ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോ നിങ്ങൾക്ക് സഹിക്കാൻ, നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയില്ല. കാരണം ഇബ്ലീസിന്റെ അനുയായികളില്ലേ നിങ്ങൾക്ക് എങ്ങനെ അതിന് തൗഫീഖ് കിട്ടുക? ഇൻക്ക് സലഫി